ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും നമ്മൾ മൈൻ ക്രാഫ്റ്റിലാണുള്ളത്. ഓക്കെ, ഒരാട്. എനിക്ക് ആടിന് നല്ല ഉപയോഗമുണ്ട്. നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ഇതാ നിൽക്കുന്നത് പുട. അപ്പോൾ നമ്മളിന്ന് മൈൻ ക്രാഫ്റ്റിലാണ്. ഫസ്റ്റ് ഡേ ഇൻ മൈൻ ക്രാഫ്റ്റ് എങ്ങനെയുണ്ട് നമുക്കൊന്ന്. കുറച്ച് ഇതിൻ്റെ നോളജ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ആടിനെ ഇട്ടിരിക്കുന്നത്. കാരണം വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് ആടിനെ ഇടിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ആടിനെ കൊന്നു കഴിഞ്ഞാൽ ആടിൻ്റെ ആ ഒരു വൂള് വെച്ചിട്ട് നമുക്ക് ബെഡ് പണിയാൻ പറ്റും. ബെഡ് പണിഞ്ഞാൽ ഇതിന് സർവൈവ് ചെയ്യാൻ പറ്റൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഗെയിമിൻ്റെ കുറച്ച് നോളജ് ഉള്ളതുകൊണ്ട് അവൻ നമ്മുടെ കണ്ടിട്ട് സഹിക്കുന്നില്ല, നിൽക്കവിടെ മാറ്റാൻ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. തുടർന്നും മൈൻക്രാഫ്റ്റ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ സപ്പോർട്ടിൻ്റെയും വ്യൂസിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ആടിനെല്ലാം ഒന്ന് തല്ലിക്കൊന്ന് അതിൻ്റെ ഇത് കളക്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, നിൽക്കവിടെ ഫ്രണ്ട്സ്. നമ്മൾ അങ്ങനെ 3 ആടിനെയും കൊന്നിട്ടുണ്ട്. 3 ആടിനെയാണ് കൊല്ലുന്നുണ്ട്. എന്നാലാണ് നമുക്ക് ബെഡ് പണിയാൻ പറ്റുന്നത്. ഇനി കുറച്ച് തടി ഒപ്പിക്കണം. അവിടെ കുറച്ച് മരങ്ങളുണ്ട്. എനിക്കൊന്ന് അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ് നമുക്ക് കിട്ടിയേക്കെന്ന് തോന്നുന്നു. എല്ലാ അനിമൽസും ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ കഷ്ടപ്പെടേണ്ട. ആരോ നമ്മൾ വെള്ളത്തിൽ നിന്ന് കുത്തി. ആരാടാ? ട്രൈഡനുള്ള സോംബി ഇരിക്കട്ടെ. നമുക്കിനി മരം മുറിക്കാം. ഓക്കെ, ഇതിലേക്ക് ഒരു നാക്കുണ്ട് കേട്ടോ. ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെയാണ് മുറിക്കേണ്ടത്. ഓക്കെ, പുതിയ റെസിപ്പീസൊക്കെ അൺലോക്ക് ആയിട്ടുണ്ട്. മരം വെച്ചിട്ടുള്ള സാമ്പാർ, അവിയൽ എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇനി കുറച്ചും കൂടെ ഉള്ളു. ഓക്കെ, സെറ്റ്. അപ്പോൾ നമ്മളെല്ലാം മരമെല്ലാം പിഴുതെടുത്തിട്ടുണ്ട്. ഇനി മരം വെച്ചിട്ടുള്ള നമുക്ക് കുറച്ച് സംഭവങ്ങൾ പണിഞ്ഞെടുത്തിട്ടുണ്ട്. തടിക്കഷ്ണങ്ങളാക്കി മാറ്റി മരം. ഓക്കെ, നമ്മളെ പ്ലാങ്ക്സ് ആക്കി മാറ്റി, വോക്ക് പ്ലാങ്ക്സ്. ഇനി നമുക്ക് ബെഡ് പണിയണം. ഓക്കെ, ആദ്യം ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ പണിയണം. ഈ ടേബിളാണ് നമ്മുടെ എല്ലാമായിട്ടുള്ള സാധനം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ സാധനങ്ങൾ പണിതെടുക്കുന്നത്. ഓക്കെ, ഇതുപോലെ അവിടെ ഒരു ആമയുണ്ട്. നമുക്ക് ആമ എടുത്ത് പിന്നെ ചെല്ലാം. ഓക്കെ, ഒരു ബെഡ് പണിത് ഇവിടെ വയ്ക്കാം. ഓക്കെ, ബെഡ് വെറുതെ പണിത് വെച്ചാൽ പോരാ, നമ്മൾ അതിൻ്റെ അകത്ത് ഞെക്കുമ്പോൾ നമ്മുടെ റീസ്പോൺ പോയിന്റ് അവിടെ സെറ്റാവും. നമ്മൾ ചത്താലും ബെഡ് എടുക്കുന്നത് വരും. അതാണ്ട് ഗൈസ് ആമ. പിന്നെ ഇത് മൈൻക്രാഫ്റ്റ് ആയതുകൊണ്ടും എല്ലാം ഒരു ചതുരം ഷേപ്പായിരിക്കും. ഓക്കെ, ബ്ലോക്ക് ആയിട്ടായിരിക്കും. അതുകൊണ്ടാണ് ആമ ഇങ്ങനെ ഇരിക്കുന്നത്, വട്ടത്തിരിക്കാത്തത് ചതുരത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആമയെ വെള്ളത്തിലെത്തിക്കാം. ഓക്കെ, ഇവിടെ കുറച്ച് പൊളിച്ചു കൊടുക്കണം, എന്നാലേ എത്തുള്ളൂ. ഓക്കെ, പേടിക്കേണ്ട മോനെ, ഞാൻ സെറ്റാക്കി തരാം. നിന്നെ ഞാൻ കടലിലെത്തിക്കും. അവൻ തുള്ളിച്ചാടുന്നു. അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു, പാവം. ഓക്കെ, വരൂ, പോകൂ. എന്താണ്? പോകൂ, കാണിക്കാതെ പോകൂ. പോകൂ പോടോ. ഓക്കെ, കണ്ടോ അവൻ്റെ സ്വാതന്ത്ര്യം. അവിടെ മറ്റേ ലെവലുണ്ട്. അവനിനി അതിനെ കുന്തോർന്ന് കൊല്ലാതിരുന്നാൽ മതി. ഓക്കെ ഗൈസ്, നമുക്കിനി കുറച്ച് പണികൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബെഡൊക്കെ സെറ്റാക്കി ഇനി വീട് പണിയണം. ഓക്കെ, നമുക്ക് വീട് തൽക്കാലം നമുക്ക് ഒരു എന്തെങ്കിലുമൊക്കെ പണി വയ്ക്കാം. പിന്നെ നമുക്ക് എന്താ പറയുക, വിപുലീകരിച്ചൊക്കെ വീട് പണിയാം. ഇപ്പം നമുക്ക് തൽക്കാലം മതിൽ പോലെ എന്തെങ്കിലുമൊക്കെ പണിയാം. എന്നിട്ട് പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് വീട് പണിയാം. ഇപ്പോൾ ഒരു തട്ടിക്കൂട്ട് വീട് സെറ്റപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ കൊണ്ട് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് മൈൻക്രാഫ്റ്റിനെ പറ്റി അറിയാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, പ്ലസ് ഞാനും കൂടെ പഠിക്കുക. അതായത് എനിക്ക് ഒന്നും ഇതില്ല, ഞാനേ ഒരു നൂബാണ്. അപ്പം ഞാൻ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ പുതിയ ആൾക്കാർക്ക് നമ്മുടെ ഈ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാകുമല്ലോ. ഇതാണ് ക്രാഫ്റ്റിംഗ് ടേബിൾ. ഇപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നോരോന്ന് പണിയുന്നത്. അപ്പം ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മരത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. നമുക്ക് ഈ മരം കൂടെ ഒന്ന് തല്ലിപ്പൊളിക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഇതിൻ്റെ തല്ലിപ്പൊളിക്കാം. ഇവിടെ ഒരു ആമയുണ്ട്, വെള്ളത്തിൽ ചാടാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മരം ഒന്ന് മുറിച്ചിട്ട് വരാം, മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ട് വരാം. ഇത് തനിയെ വെള്ളത്തിൽ പോകുന്നുണ്ടോ? ഏതാ? ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ മരം ഒരുവിധം നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഓക്കെ, വെള്ളത്തിലൊക്കെ പോയി. എന്താണ് ബ്രൂട്ടസ്. ഓക്കെ, സെറ്റ്. നമ്മൾ മരം മുറിക്കുമ്പോൾ ഇങ്ങനെ മരത്തിൻ്റെ തൊലിയോട് കൂടെ ആയിരിക്കും. പിന്നെ നമ്മളത് വോക്ക് പ്ലാങ്ക് അല്ലെങ്കിൽ ഏത് മരമാണോ അതിൻ്റെ പ്ലാങ്ക് ആക്കി മാറ്റണം. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ ടച്ച് ചെയ്താണ് മാറിപ്പോയി. ഓക്കെ, നമുക്ക് സ്റ്റിക്ക് വേണം. അപ്പോൾ സ്റ്റിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അത് തടിയായിട്ട് മാറ്റണം. ഉണ്ടോ? എന്നിട്ട് നമ്മൾ ഒരു ഡോർ അങ്ങ് പണിഞ്ഞേക്കാം. അല്ലേ, ചുമ്മാ വീട് പണിയുമ്പോൾ എന്തായാലും ഡോർ വെക്കണമല്ലോ. ഇപ്പോഴും പണി വെച്ചേക്കാം. ഓക്കെ, സ്റ്റിക്ക് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് വാളും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ടാക്കാൻ പറ്റും. അതിന് ഒരു കോളിൻ്റെ ആവശ്യമുണ്ട്. ബാക്കിയൊക്കെ നമ്മളിലുണ്ട്. ഒക്കെ പിന്നെ നമുക്ക് സെറ്റാക്കാം. ഇപ്പോൾ നമുക്ക് കുറച്ച് വുഡ് ആക്കി വയ്ക്കാം.
ഓക്കെ, നമുക്ക് നൈറ്റ് വരുന്നതിന് മുമ്പ് അത്യാവശ്യം എല്ലാം സെറ്റാക്കണം. നിങ്ങൾ ഗെയിം ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ആദ്യമേ വല്ല ആളുണ്ടെങ്കിൽ ഞാൻ കണ്ണിച്ച് കണക്ക് തല്ലിക്കൊന്ന് അതിൻ്റെ കൂടൊക്കെ എടുത്തൊരു ബെഡ് അങ്ങ് പണിഞ്ഞ് വയ്ക്കുക, പിന്നെ പ്രശ്നമൊന്നുമില്ല. കാരണം നൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് സ്കിപ്പ് ചെയ്യണമെങ്കിൽ ബെഡ് വേണം. അങ്ങനെയാണ് എൻ്റെ അകത്ത്. ഞാനത് കാണിച്ചു തരാം. എന്തായാലും നൈറ്റ് ആവുമല്ലോ, ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഇപ്പം ഒരു കൊടാലി, ഒരു വാള്, അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പണിയായുധങ്ങളാണ്, ഇനി ആവശ്യം വരും. ഓക്കെ, അങ്ങനെ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളിലെ പണിയെല്ലാം കഴിഞ്ഞു. അതായത് കുറേ കാര്യങ്ങളൊക്കെ നോക്കി പഠിക്കുകയാണ്, എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ വെച്ചാലാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതാണ്. നമുക്ക് ഇവിടെ ഒരു ഡോർ വയ്ക്കാം, ഡോർ തുറക്കാൻ വയ്ക്കാം. ഓക്കെ, അകത്ത് വേറെ ഡോറായി. എന്ത് കഷ്ടമാണ്, അത് തല്ലി പൊളിക്കണം. ഓക്കെ, നമ്മളെന്തുകൊണ്ട് കൈ കൊണ്ട് തല്ലി പൊളിക്കണം? നമ്മുടെ കയ്യിൽ കൊടാലി ഉണ്ടല്ലോ, കൊടാലി വെച്ച് തല്ലി പൊളിക്കാം. എന്നാൽ പെട്ടെന്ന് തല്ലി പൊളിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് ബോർഡർ പോലെയൊക്കെ കുറച്ച് വീടിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ പണിയണം. പക്ഷേ ഈ ഡോറിൻ്റെ സൈഡിൽ കൂടെ വേറൊരു ഡോർ വെക്കാൻ പറ്റുമോ? 2 ഡോർ അടുപ്പിച്ച്. ഓക്കെ, പണ്ടാരം ഇവിടെ വന്ന് ഇച്ചിരി ചടങ്ങാണെന്ന് തോന്നുന്നു. ഓക്കെ, മേളിൽ 2 ഇത് കാണിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി പറയണത്. ഒന്ന് ഹങ്കർ ബാറും ഒന്ന് ഹെൽത്ത് ബാറും. ഹെൽത്ത് എല്ലാവർക്കും അറിയില്ല, എല്ലാ ഗെയിമിലുള്ളതിനൊക്കെ തന്നെ. ഹങ്കർ ബാർ എന്ന് വെച്ചാൽ വിശപ്പിൻ്റെ സാധനമാണ്. അപ്പോൾ അത് നമ്മൾ ആഹാരം കഴിച്ച് ഫുള്ളാക്കുമ്പോഴാണ് ഇവിടെ ഹെൽത്ത് കൂടുതൽ. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഓക്കെ, നമുക്കിനി കുറച്ച് പണിയാം. ഓക്കെ, നമ്മളൊന്ന് പണിഞ്ഞതൊന്ന് സെറ്റാക്കട്ടെ ഗായ്സ്. ഇതെല്ലാം ഒന്ന് ചുമ്മാ ഒരു ബോർഡർ പോലെയൊക്കെ ചുമ്മാ പണിത് വെക്കുകയാണ്. അപ്പോൾ അത് പണിതിട്ട് ബാക്കി വരാം. ഓരോന്ന് വെക്കുന്നത് നിങ്ങളെ കാണിച്ച് വെറുപ്പിക്കണ്ടല്ലോ. ഫ്രണ്ട്സ്, നമ്മൾ ഒരുവിധം എല്ലാം വെച്ച് വന്നപ്പോഴത്തേക്ക് രാത്രിയായി. ഓക്കെ, ലാസ്റ്റ്. ഓക്കെ, കണ്ടോ, ആ സൂര്യൻ താഴേക്ക് വെള്ളത്തിലേക്ക് ഊളിയിട്ടിറങ്ങിപ്പോന്നു. ഓക്കെ, ഇവനങ്ങ് തട്ടാം. പോർക്കിറച്ചി കൂർക്കിയിട്ടുണ്ടാക്കാം. ഓക്കെ, ബെഡിൽ കിടക്കാം. ഓക്കെ, നമ്മൾ ഉറങ്ങിക്കുകയാണ്. ഉറങ്ങി എണീറ്റു. ഓക്കെ, ആരൊക്കെ എൻ്റെ വീട് ആക്രമിക്കുന്നു? സോംബീസ്. ഓക്കെ, നിന്ന് കൊല്ലടാ. തിരിച്ചടിക്കുന്നു നീ. അയ്യോ, തീ പിടിച്ച്. അയ്യോ, വെള്ളത്തിൽ ചാടാം. ഓക്കെ, അതിന് മുമ്പേ നമ്മൾ ചത്തു. വെള്ളത്തിൽ ചാടേണ്ടി വന്നില്ല. ഏതോ തീ പിടിച്ച സോംബി നമ്മളെ കെട്ടിപ്പിടിച്ചു. ദാണ്ടവൻ തനിയെ ചത്തു. എൻ്റെ ഒരിക്കലവൻ മുമ്പേ ചത്തും. ഇനി അമ്മാരുടെ കയ്യിൽ നിന്ന് പോയതൊക്കെ പറക്കണം. ഇതാണ് ബെഡ് വെച്ചുള്ള ഗുണം. നമ്മൾ ബെഡ് വെച്ച ഭാഗത്ത് തന്നെ സ്പോണാവും. കണ്ടോ? അതുകൊണ്ടാണ് ആദ്യമേ നിങ്ങൾ ബെഡ് വെച്ചിട്ട് വേണം നിൽക്കാൻ. ഇനി രാത്രി കഴിഞ്ഞാൽ സോംബി വരും. അത് രാവിലെ ആണെങ്കിൽ തീ പിടിച്ചൊക്കെ നടക്കും. ഓക്കെ, നമ്മുടെ കുറേ ഐറ്റംസ് നമ്മൾ അങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഒരു പെട്ടി ഉണ്ടാക്കണം. പെട്ടി ഉണ്ടാക്കിയാലേ നമുക്കിതെല്ലാം അതിലോട്ടിട്ട് വെക്കാൻ പറ്റും. പെട്ടി ഉണ്ടാക്കാനുള്ള സാധനം, അതിൻ്റെ റെസിപ്പി ഞാൻ ഇവിടെ കണ്ടായിരുന്നു. അതുണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കട്ടെ. ഇതല്ല. അതാ കിടക്കുന്നു. പെട്ടി ഉണ്ടാക്കാൻ ഇത്രയും തടി വേണം. ഓക്കെ, 8 തടി. ഓക്കെ, നമുക്കിവിടെ ആവശ്യമില്ലാതെ നമ്മൾ പണിത് വെച്ചപ്പോൾ കുറേ കൈതട്ടി അവിടെ ഇവിടെയൊക്കെ ഒട്ടിയിരുന്നായിരുന്നു. അതൊക്കെ ഒന്ന് തല്ലി പൊളിക്കാം. ഓക്കെ, ഇത് നോക്കട്ടെ. സെറ്റ്. ഇനിയും വേണം. നമുക്ക് ആവശ്യമില്ലാതെ ഇങ്ങനെ എക്സ്ട്രാ പ്രൊജക്റ്റ് ചെയ്ത് വെക്കുന്നതെല്ലാം നമുക്ക് എടുക്കാം. നമ്മളൊരു ബോർഡർ പണിയാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ കൈതട്ടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ വീണു. നമ്മൾ പുതിയ ആളാണ്, അപ്പം അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതായിരിക്കുന്ന ഒരു ഫുൾ തടി, തൊലിയുള്ള തടി. ഇത് ആദ്യമാണ് വെച്ചായിരുന്നു, സ്റ്റിക്കായിപ്പോയത്. ഓക്കെ, ഇനി നമുക്ക് എന്തായിരുന്നു വേണ്ടത്? എന്തുമായിരുന്നു നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്? മറന്നുപോയല്ലോ. പെട്ടി. ഞാൻ തന്നെ മറന്നുപോയി. ഓക്കെ, പെട്ടി. ഓക്കെ, പെട്ടി സെറ്റ്. ഇനി പെട്ടി എടുത്ത് നമ്മൾ വെക്കണം. ഓക്കെ, പെട്ടി ഇനി ഇവിടെ ആയിരുന്നു. ഓക്കെ, ഇവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഉള്ള പെട്ടി എടുക്കണം. സെറ്റ്. ഓക്കെ, പെട്ടി അവിടെ ഇരിക്കട്ടെ. പെട്ടി. ഓക്കെ, ഇനി ഇതെല്ലാം വാരിപ്പറക്കി അതിലോട്ട് വെക്കണം. നമ്മുടെ ഉള്ള സാധനം പെട്ടിയിലിരിക്കണമെങ്കിൽ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ചത്ത് കഴിഞ്ഞാൽ പോത്തില്ല. പെട്ടിക്ക് തന്നെ കിടന്നോളും. നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടു കിടന്നാൽ മതി. ഓക്കെ, വാളും കത്തി ആയുധമൊക്കെ നമ്മുടെ ഇരിക്കട്ടെ. നമുക്ക് സോംബിയൊക്കെ തല്ലി കൊല്ലാനുള്ളതാണ്. ബാക്കി ഇതൊക്കെ പറക്കി അങ്ങോട്ട് വയ്ക്കാം. ഓക്കെ, ഇറച്ചിയൊക്കെ നമുക്ക് കുക്ക് ചെയ്യാനുള്ളതാണ്. അങ്ങോട്ട് താഴെ കിടക്കുന്നു. ഇതപ്പോൾ പോയി. ഓക്കെ, അതും കൂടെ എടുത്തിടാം. ഓക്കെ ഗൈസ്, നമുക്ക് ആദ്യത്തെ വീഡിയോ ഇവിടെ നിർത്താം. അത്യാവശ്യം ലെങ്തായി. നമുക്ക് ഇനി ഷോർട്ടായിട്ടൊക്കെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കാം. പിന്നെ ഇപ്പോൾ ഈ വീഡിയോയുടെ സപ്പോർട്ട് പോലെ ഇരിക്കും അടുത്ത വീഡിയോ വരുമോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങൾ മാക്സിമം ഒരു 300 ലൈക്ക് അത്രയും ചോദിക്കുന്നുള്ളൂ. പശുമ്പേ നമ്മൾ കൊന്നിരിക്കുന്നു ഗൈസ്. ലെതർ ഇതാണ്ട് കിട്ടി. അപ്പോൾ എനിവേ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. അപ്പം അടുത്തൊരു നല്ല കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗൈസ്.